കരിയറിന്റെ ഉച്ചസ്ഥായിയിൽ നിന്ന് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് റൂട്ട് മാറ്റി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ തലപതി വിജയ്. എന്നാൽ പിന്നാലെ തന്നെ ഒരു ദുർഭൂതത്തെ പോലെ അദ്ദേഹത്തെ പിന്തുടരുന്ന കഷ്ടകാലം. ഒന്നിനു പുറകെ ഒന്നായി രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷം പ്രശ്നങ്ങൾ തന്നെയാണ്. ഏറ്റവും ഒടുവിലായി റിലീസ് ചെയ്യാനിരിക്കുന്ന വിജയ്യുടെ അഭിനയ ജീവിതത്തിലെ അവസാന ചിത്രമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജനനായകൻ റിലീസിന് മുന്നേ തന്നെ ചിത്രത്തിന്റെ പ്രിന്റ് ലീക്കായിരിക്കുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചോർന്ന പ്രിന്റിൽ എഡിറ്റ് റെഡ് 140 എന്നൊരു വാട്ടർമാർക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സിനിമയുടെ എഡിറ്റിംഗ് ഘട്ടത്തിലോ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടന്ന സ്റ്റുഡിയോയിലോ ഉള്ള ആരോ ഇതിന് പിന്നിലുണ്ടെന്ന സംശയത്തിന് ബലമേകുന്നുണ്ട്. സാധാരണയായി എഡിറ്റിംഗ് ആവശ്യങ്ങൾക്കായി നൽകുന്ന കോപ്പികളിലാണ് ഇത്തരം കോഡുകൾ ഉണ്ടാകാറുള്ളത്. സിനിമയുടെ അണിയറ പ്രവർത്തകർക്കിടയിൽ തന്നെയുള്ള ആരെങ്കിലും ഇത് പുറത്തുവിട്ടതാകാമെന്നാണ് സൈബർ വിദഗ്ധർ വിലയിരുത്തുന്നത്. മറ്റൊരു പ്രധാന ആരോപണം സെൻസർ ബോർഡിനെതിരെയാണ്. സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാതെ മാസങ്ങളോളം സെൻസർ ബോർഡ് വൈകിപ്പിച്ചത് വലിയ നിയമ പോരാട്ടത്തിന് കാരണമായിരുന്നു. സെൻസർ പരിശോധനയ്ക്കായി സമർപ്പിച്ച കോപ്പി ചോർന്നതാണോ എന്ന സംശയം കമൽഹാസനെ പോലെയുള്ള പ്രമുഖ താരങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിയമപരമായ പ്രക്രിയകൾ വൈകുന്നത് പൈറസിക്കുള്ള പശ്ചാത്തലം ഒരുക്കുമെന്ന് അദ്ദേഹം വിമർശിച്ചു. വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിയെ തളയ്ക്കാൻ ഭരണപക്ഷമായ DMKയും BJPയും ചേർന്ന് ആസൂത്രണം ചെയ്ത നീക്കമാണിതെന്നാണ് പാർട്ടി നേതാവ് ആദവ് അർജുന ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. സിനിമയിലെ രാഷ്ട്രീയ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് തടയാനും വിജയ്ക്ക് സാമ്പത്തികമായി കനത്ത പ്രഹരമേൽപ്പിക്കാനും എതിരാളികൾ നടത്തിയ ശ്രമമാണിതെന്ന് അവർ വാദിക്കുന്നു. സിനിമയുടെ ഹൈ ഡെഫിനിഷൻ പ്രിന്റ് തന്നെയാണ് പൈറസി സൈറ്റുകളിൽ ലഭ്യമായത്. ഇത് നിർമ്മാതാക്കളെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും 500 കോടി രൂപ ബജറ്റിലുള്ള ഒരു ചിത്രം ഇത്തരത്തിൽ ചോർന്നത് സിനിമാ വ്യവസായത്തിലെ തന്നെ വലിയൊരു സുരക്ഷാ വീഴ്ചയായാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിൽ പോലീസ്, സൈബർ സെല്ലും നിർമ്മാണ കമ്പനിയായ KVN പ്രൊഡക്ഷൻസും ചേർന്ന് ശാസ്ത്രീയമായ അന്വേഷണം നടത്തി വരികയാണ്. കുറ്റക്കാരെ ഉടൻ കണ്ടെത്തുമെന്നും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചിത്രം ലീക്കായതുമായി ബന്ധപ്പെട്ട ശക്തമായ മറ്റു ചില വ്യാഖ്യാനങ്ങളുമുണ്ട്. സിനിമയുടെ റിലീസ് സെൻസർ ബോർഡ് മനഃപൂർവ്വം തടഞ്ഞു വെക്കുന്നു എന്ന പരാതി ശക്തമായ സാഹചര്യത്തിൽ സിനിമയിലെ രാഷ്ട്രീയ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിജയ് തന്നെ ഇത്തരമൊരു വഴി തെരഞ്ഞെടുത്തു എന്ന വാദത്തിന് ചില യുക്തിഭദ്രമായ വശങ്ങളുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്റെ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതായിരുന്നു ഈ സിനിമയുടെ പ്രാഥമിക ലക്ഷ്യം. സിനിമ തിയേറ്ററിൽ എത്തിയാൽ മാത്രമേ ആ സന്ദേശം വോട്ടർമാരിലേക്ക് എത്തൂ എന്ന അവസ്ഥ നിലനിൽക്കെ നിയമപരമായ തടസ്സങ്ങൾ കാരണം റിലീസ് അനിശ്ചിതമായി നീളുന്നത് വിജയ്യുടെ രാഷ്ട്രീയ നീക്കങ്ങളെ ദോഷകരമായി ബാധിക്കും. ഈ സാഹചര്യത്തിൽ സിനിമയിലെ വിപ്ലവകരമായ ഡയലോഗുകളും രാഷ്ട്രീയ രംഗങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ നഷ്ടം സഹിച്ചും തന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനമാണിതെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും ഈ വാദത്തിന് മറുവാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 500 കോടി രൂപ മുടക്കിയ ഒരു വമ്പൻ പ്രൊജക്ട് ഇത്തരത്തിൽ ചോർത്തുന്നത് നിർമ്മാതാക്കൾക്ക് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാകും. വിജയ്യെ പോലെ ഒരു താരം തന്റെ നിർമ്മാതാവിനെ ഇത്ര വലിയ കെണിയിൽപ്പെടുത്താൻ സാധ്യതയില്ലെന്നാണ് സിനിമാ വിദഗ്ധർ പറയുന്നത്. കൂടാതെ ഒരു സിനിമ ഔദ്യോഗികമായി തിയേറ്ററിൽ റിലീസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഇമ്പാക്റ്റും ജനപ്രീതിയും പൈറസി പ്രിന്റിലൂടെ ലഭിക്കില്ല. സിനിമ ചോരുന്നത് പലപ്പോഴും ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ഇത് വിജയ് നേരിട്ട് ചെയ്തതാകാൻ സാധ്യത കുറവാണെന്നും മറിച്ച് അണിയറ പ്രവർത്തകർക്കിടയിലുള്ള ആരുടെയെങ്കിലും വീഴ്ചയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സാമ്പത്തികമായി തകർക്കാൻ എതിരാളികൾ നടത്തിയ നീക്കമോ ആകാനാണ് കൂടുതൽ സാധ്യത. മറ്റൊരു വശം നോക്കിയാൽ തമിഴ് രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഇത്തരം സിമ്പതി വേവ് സൃഷ്ടിക്കപ്പെടാറുണ്ട്. തന്റെ സിനിമ ഭരണകൂടം തടഞ്ഞു വെച്ചുവെന്നും അതുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇത് എങ്ങനെയെങ്കിലും എത്തിക്കണമെന്നും കരുതി അനുയായികൾ ചെയ്തതാകാനും സാധ്യതയുണ്ട്. സിനിമയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ രംഗങ്ങൾ മാത്രം ക്ലിപ്പുകളായി പ്രചരിക്കുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ വിജയ് നേരിട്ട് ചെയ്തതാണെന്ന് പറയാൻ തെളിവുകളില്ലെങ്കിലും സിനിമ ചോർന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഒരു പരിധിവരെ ഗുണം ചെയ്യുന്നുമുണ്ട്. ഇത് ഒരു വാസ്തവമാണ്. ഭരണകൂടം തന്നെ വേട്ടയാടുന്നു എന്ന ഇമേജ് വോട്ടർമാർക്കിടയിൽ ഉറപ്പിക്കാൻ ഈ സംഭവം അദ്ദേഹത്തെ സഹായിച്ചേക്കാം. അത് മനഃപൂർവ്വം ചെയ്തതാണോ അതോ സംഭവിച്ചു പോയതാണോ എന്നത് വരും ദിവസങ്ങളിലെ അന്വേഷണങ്ങളിൽ നിന്ന് മാത്രമേ വ്യക്തമാകൂ. വിജയ്യെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുമാറ്റത്തിനിടയിൽ വ്യക്തിപരമായും തൊഴിൽപരമായും രാഷ്ട്രീയപരമായും ഒരേ സമയം തിരിച്ചടികൾ നേരിടുന്നത് ഒരു കഷ്ടകാലം എന്ന് തന്നെ പറയേണ്ടി വരും.
കരൂർ സമ്മേളനത്തിനിടയിലുണ്ടായ തിക്കും തിരക്കും മരണങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു കറയായി മാറിയിട്ടുണ്ട്. 40-ലധികം പേർ മരിച്ച സംഭവത്തിൽ CBI അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഒരു നേതാവ് എന്ന നിലയിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന ആരോപണം എതിർകക്ഷികൾ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഭാര്യ സംഗീതയുമായുള്ള വിവാഹമോചന വാർത്തകളും കോടതിയിലെ നിയമ പോരാട്ടങ്ങളും തമിഴ്നാട്ടിലെ വലിയ വാർത്തയാണ്. സംഗീത ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വിജയിയുടെ മാന്യനായ കുടുംബനാഥൻ എന്ന ഇമേജിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൽ നേതാക്കളുടെ വ്യക്തി ജീവിതത്തിന് വോട്ടർമാരിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇത് വിജയിയെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം വിജയിയുടെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പൂനവല്ലി മണ്ഡലത്തിലെ TVK സ്ഥാനാർത്ഥി പ്രകാശ് ഒരു വനിതാ പ്രവർത്തകയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതി പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. ഇതിനെല്ലാം പുറമെ വിജയിയുടെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പ്രായം, സ്വത്ത് വിവരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നുള്ള കണ്ടെത്തലുകളും പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പുതുക്കിയ സത്യവാങ്മൂലം സമർപ്പിച്ചുവെങ്കിലും ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. സാമ്പത്തിക രംഗത്തും വിജയ് ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. DMK നേതൃത്വം നൽകുന്ന സഖ്യത്തെ ക്യാഷ് ബോക്സ് അലയൻസ് എന്ന് വിജയ് വിളിച്ചപ്പോൾ വിജയിയുടെ പാർട്ടിയുടെ ഫണ്ടിങ്ങിന് പിന്നിൽ BJP ആണെന്ന് ഭരണപക്ഷത്തിന്റെ ആരോപണമുണ്ട്. സിനിമയിലൂടെ നേടിയ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളും പഴയ ആദായ നികുതി കേസുകളും തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചടിയാകാൻ സാധ്യതയുമുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം ഒരേ സമയം നേരിടുക എന്നത് വിജയിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഇതിലെല്ലാം ഉപരി തമിഴ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രതിസന്ധികളെ അതിജീവിച്ചു വരുന്നവർക്കാണ് വലിയ ജനപിന്തുണ ലഭിക്കാറുള്ളത്. ഈ പ്രതിസന്ധികളെല്ലാം വിജയ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അതിജീവനം. എന്തായാലും വെള്ളിത്തിരയിൽ അദ്ദേഹത്തിന് ലഭിച്ച ആധിപത്യം രാഷ്ട്രീയത്തിലും ലഭിക്കുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. വിജയ് വിജയനായകനാകുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.